2026 കേരള ബജറ്റിൽ വാഹന നികുതി രംഗത്ത് വലിയ ഇളവുകളും മാറ്റങ്ങളുമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമായും സംസ്ഥാനത്തെ സ്വകാര്യ ബസ് മേഖലയ്ക്കും പരിസ്ഥിതി സൗഹൃദ ഇലക്ട്രിക് വാഹന വിപണിക്കും വലിയ ഉണർവ് നൽകുന്നതാണ് ഈ പുതിയ പ്രഖ്യാപനങ്ങൾ. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കായി സർക്കാർ പ്രഖ്യാപിച്ച പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി സ്വകാര്യ ബസ് വ്യവസായത്തെ കനത്ത പ്രതിസന്ധിയിലാഴ്ത്തിയെന്ന് കാണിച്ച് ഉടമകൾ രംഗത്തെത്തിയിരുന്നു. ഇതിന് ബദൽ ആശ്വാസം എന്നോണമാണ് സ്വകാര്യ സ്റ്റേജ് കാരേജ് ബസ്സുകളുടെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം കനത്ത നഷ്ടം നേരിടുന്ന സ്വകാര്യ ബസ് മേഖലയ്ക്ക് ഈ തീരുമാനം വലിയൊരു അതിജീവന മാർഗമാകും. പൊതുഗതാഗത സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും സാധാരണക്കാരായ യാത്രക്കാരുടെ യാത്രാച്ചെലവ് നിയന്ത്രിക്കാനും ഈ നികുതി പരിഷ്കാരങ്ങൾ സഹായിക്കുമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ബസ്സുകളുടെ ത്രൈമാസ നികുതിയും കുത്തനെ കുറച്ചിട്ടുണ്ട്. കേരളത്തിൽ രജിസ്ട്രേഷനായി കൂടുതൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ്സുകൾ എത്തുന്നതിനും അന്തർ സംസ്ഥാന യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമാണ് ഈ ചരിത്രപരമായ നീക്കം. ടൂറിസ്റ്റ് ബസ്സുകളിൽ നിലവിലുള്ള സീറ്റ് ഒന്നിന് 2000 രൂപ എന്ന നിരക്ക് 900 രൂപയായാണ് കുറച്ചത്. സ്ലീപ്പർ ബസ്സുകളിലെ സീറ്റ് നിരക്ക് 3000 രൂപയിൽ നിന്നും 1500 രൂപയായും പകുതിയായി കുറച്ചിട്ടുണ്ട്. നികുതി നിരക്കുകൾ വളരെ കൂടുതലായതിനാൽ കേരളത്തിലെ ഭൂരിഭാഗം ടൂറിസ്റ്റ് ബസ് ഉടമകളും നാഗാലാൻഡ്, ഒഡീഷ, കർണാടക, അരുണാചൽ പ്രദേശ് തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാണ് നിലവിൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതുമൂലം പ്രതിവർഷം കോടിക്കണക്കിന് രൂപയുടെ നികുതി വരുമാനമാണ് കേരളത്തിന് നഷ്ടമായിക്കൊണ്ടിരുന്നത്. നിരക്കുകൾ പകുതിയായി കുറച്ചതോടെ ബസ് ഉടമകൾക്ക് തങ്ങളുടെ വാഹനങ്ങൾ സ്വന്തം സംസ്ഥാനത്ത് തന്നെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇത് മോട്ടോർ വാഹന വകുപ്പിന്റെ നികുതി വരുമാനത്തിൽ വലിയ വർധനവ് ഉണ്ടാക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ നികുതി ഭാരം കുറയുന്നത് ടൂറിസം മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപകരെയും യുവ സംരംഭകരെയും ആകർഷിക്കുകയും പുതിയ സർവീസുകളിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. പരിസ്ഥിതി സൗഹൃദ ഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിരക്കിലും വരുമാന പരിധി അടിസ്ഥാനമാക്കി വലിയ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നിലവിലെ 5% റോഡ് നികുതി 3%ആയാണ് കുറച്ചത്. ഇതിലൂടെ സാധാരണ കുടുംബങ്ങൾക്കും മധ്യവർഗ ഉപഭോക്താക്കൾക്കും ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ സ്വന്തമാക്കാൻ സാധിക്കും. അതേസമയം 15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ വില വരുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി 8%-ൽ നിന്ന് 3%ആയും കുറച്ചിട്ടുണ്ട്. ഈ നികുതി ഇളവ് മഹീന്ദ്രയുടെ ഇലക്ട്രിക് SUV ഉൾപ്പെടെയുള്ള ഇടത്തരം വാഹനങ്ങൾക്ക് വലിയ വിലക്കിഴിവ് നൽകും. അതേസമയം 20 ലക്ഷം രൂപ മുതൽ 40 ലക്ഷം രൂപ വരെയുള്ള വാഹനങ്ങൾക്ക് 10% നികുതി മാറ്റമില്ലാതെ തുടരും. എന്നാൽ 40 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആഡംബര ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി 10%-ൽ നിന്ന് 15%-ആയി വർദ്ധിപ്പിച്ചു. ഉയർന്ന വിലയുള്ള വാഹനങ്ങൾക്ക് കൂടുതൽ നികുതി ചുമത്തി വരുമാനം വർദ്ധിപ്പിക്കാനും താഴ്ന്ന വിലയുള്ള വാഹനങ്ങൾക്ക് ഇളവ് നൽകി ഇലക്ട്രിക് വാഹന ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ നീക്കം. മറ്റൊരു സുപ്രധാന പ്രഖ്യാപനത്തിലൂടെ ഭിന്നശേഷിക്കാർക്ക് മോട്ടോർ വാഹന നികുതി ഇളവ് ലഭിക്കുന്ന വാഹനത്തിന്റെ മൂല്യപരിധി നിലവിലുള്ള 7 ലക്ഷത്തിൽ നിന്നും 15 ലക്ഷം രൂപയായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. വരുമാന സമതുലിതാവസ്ഥ ഉറപ്പാക്കിക്കൊണ്ട് ഗതാഗത മേഖലയെ ആധുനികവൽക്കരിക്കാനുള്ള വ്യക്തമായ ചുവടുവെപ്പാണ് ഈ ബജറ്റ് പ്രഖ്യാപനങ്ങൾ.